നരേന്ദ്രമോദി സർക്കാരിന് ആദ്യമായി ഒരു ബില്ല് പാർലമെന്റിൽ പാസാക്കാനാവാതെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഏപ്രിൽ 16 ആരംഭിച്ച പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് സ്ത്രീ സംവരണ ബില്ലും ഭരണഘടന 131 ഭേദഗതി ബില്ല് 2026 അതിനോടൊപ്പമുള്ള മണ്ഡല പുനർനിർണയ ഡീലിമിറ്റേഷൻ ബില്ലുമാണ്. 298 പേർ ബില്ലിന് അനുകൂലമായും 230 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഭരണഘടനാ ഭേദഗതി ആയതിനാൽ 2/3 ഭൂരിപക്ഷം അനിവാര്യമായിരുന്നു. എന്നാൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്തതോടെ സർക്കാരിന് ബില്ല് മടക്കേണ്ടി വന്നു. 2023 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് 1/3 സീറ്റുകൾ ഉറപ്പാക്കുക എന്നതാണ് ബില്ലിന്റെ ഉദ്ദേശ്യമായി പറഞ്ഞിരുന്നത്. സ്ത്രീ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് പുനർനിർണയത്തിന് ഒരു രാഷ്ട്രീയ മറ ഒരുക്കുക എന്നുള്ളതായിരുന്നു. BJPക്കും സംഘപരിവാറിനും സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ലോക്സഭാ സീറ്റുകളുടെ പുനർനിർണയം നടത്തുക എന്നതാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ അജണ്ട. BJPക്ക് ചരിത്രപരമായി സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ ചെലവിലത് നടത്തിയെടുക്കുക എന്നതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. കൃത്യമായ വിശദീകരണമില്ലാതെ 10 വർഷത്തിലൊരിക്കൽ നടക്കേണ്ട സെൻസസ് 5 വർഷത്തിലധികം നീട്ടിക്കൊണ്ടുപോയപ്പോൾ തന്നെ അതിന്റെ പിന്നിലെ മോദി സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രം വ്യക്തമായിരുന്നു. കോവിഡിന്റെ പേരിൽ 2021 സെൻസസ് മാറ്റിവെക്കുകയും 2026-27 മാത്രമേ അത് നടക്കൂ എന്ന് പിന്നീട് പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്. ഭരണഘടനയനുസരിച്ച് 1971 സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള സീറ്റ് വിഭജനം 2026 ശേഷമുള്ള ആദ്യ സെൻസസ് പ്രസിദ്ധീകരിച്ചാലേ മാറ്റാനാവൂ. സാധാരണഗതിയിൽ ഇത് 2031 സെൻസസ് അനുസരിച്ചായിരിക്കണം നടക്കേണ്ടത്. എന്നാൽ സെൻസസ് 2026-27 നീട്ടുന്നതിലൂടെ തങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് ഈ നടപടികൾ തുടങ്ങാമെന്ന് സർക്കാർ ഉറപ്പുവരുത്തി. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് എന്തോ വെളിപാട് വന്ന പോലെയാണ് 2026-27 സെൻസസ് പൂർത്തിയാക്കാൻ വർഷങ്ങളെടുക്കുമെന്നും അതിനാൽ 2029 തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സംവരണം നടപ്പാക്കാൻ കഴിയില്ലെന്നും ലഭ്യമായ 2011 അവസാന സെൻസസ് അടിസ്ഥാനമാക്കി തന്നെ പുനർനിർണയവുമായി മുന്നോട്ടു പോകാനുള്ള തിടുക്കത്തിലായിരുന്നു സർക്കാർ. 131 ഭേദഗതി ബിൽ ഭരണഘടനയിലെ 55, 81, 82, 170, 330, 332, 334 എന്നീ വകുപ്പുകളെ മാറ്റുന്നു. ഇതിലെ പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 ഉയർത്തും. സംസ്ഥാനങ്ങളിൽ നിന്ന് 815 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 35. ഭരണഘടനയിലെ ജനസംഖ്യ എന്ന നിർവചനത്തിന് മാറ്റം വരുത്തും. മുമ്പ് സീറ്റ് വിഭജനത്തിന് 1971 സെൻസസും അതിർത്തി നിർണയത്തിന് 2001 സെൻസസുമാണ് മാനദണ്ഡമായിരുന്നതെങ്കിൽ ഇനി മുതൽ ഇത് നിയമപ്രകാരം പാർലമെന്റ് നിശ്ചയിക്കുന്ന സെൻസസ് എന്നായി മാറും. ഏത് സെൻസസ് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഭരണഘടനയിൽ നിന്ന് മാറ്റി പാർലമെന്റിന് നൽകും. ആർട്ടിക്കിൾ 82, 170 എന്നിവയിലെ 3ാം വ്യവസ്ഥ പൂർണ്ണമായും നീക്കം ചെയ്യുന്നു. 1976 42 ഭേദഗതി വഴി കൊണ്ടുവന്നതും 2001 84 ഭേദഗതി വഴി നീട്ടിയതുമായ സീറ്റ് മരവിപ്പിക്കൽ ഫ്രീസിംഗ് ഇതോടെ ഇല്ലാതാകും. ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ നഷ്ടപ്പെടില്ല എന്ന ഉറപ്പാണ് ഇതോടെ ഇല്ലാതാകുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും നിലവിലുള്ള അനുപാതം നിലനിർത്തുമെന്നും അമിത്ഷാ അടക്കമുള്ള മന്ത്രിമാർ വാക്കാൽ ഉറപ്പ് നൽകിയെങ്കിലും ഈ ഉറപ്പ് പുതിയ ഭേദഗതിയിൽ ഉണ്ടായിരുന്നില്ല. ആർട്ടിക്കിൾ 81 2A മാറ്റമില്ലാതെ തുടരുന്നതിനാൽ ഓരോ സംസ്ഥാനത്തെയും സീറ്റുകളും ജനസംഖ്യയും തമ്മിലുള്ള അനുപാതം തുല്യമായിരിക്കണം. ഇത് ജനസംഖ്യാനുപാതികമായ വിഭജനമാണ്, അല്ലാതെ നിലവിലെ അനുപാതം നിലനിർത്തലല്ല. 2011 സെൻസസ് അനുസരിച്ച് 850 സീറ്റുകൾ വീതിച്ചാൽ അത് സംസ്ഥാനങ്ങൾക്കിടയിൽ വലിയ അസമത്വം ഉണ്ടാക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ UP, ബീഹാർ, MP, രാജസ്ഥാൻ, ഹരിയാന സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ 207 നിന്ന് 336 ഉയരും. അതായത് 77% വർധനവ്. ലോക്സഭയിലെ അവരുടെ പങ്ക് 38.1% നിന്ന് 43.1% വർദ്ധിക്കും. അതേസമയം
കേരളം, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ 132-ൽ നിന്ന് 176 ആയി മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. വെറും 33% വർധനവ് മാത്രം. അവരുടെ പ്രാതിനിധ്യം 24.3% നിന്ന് 20.7% കുറയും. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിലും നിക്ഷേപം നടത്തി ജനസംഖ്യ കുറച്ച സംസ്ഥാനങ്ങളുടെ ജനാധിപത്യ സ്വാധീനം ഇതോടെ കുറയും. പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും. ഇത് നിലവിലുള്ള ഫെഡറൽ സംവിധാനത്തെയും സാമ്പത്തിക നീതിയെയും തകർക്കും. പൊതുജന ചർച്ചകൾക്ക് സമയം നൽകാതെ ഈ ബില്ലുകൾ പാസാക്കാനുള്ള ശ്രമമാണ് BJP സർക്കാർ നടത്തിയത്. നിലവിലുള്ള 543 സീറ്റുകളിൽ തന്നെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ സ്ത്രീ സംവരണം നടപ്പാക്കാൻ കഴിയുമായിരുന്നിട്ടും എന്തിനാണ് മണ്ഡല പുനർനിർണയവുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നതിൽ മോഡി പരാജയപ്പെട്ടു. എന്തായാലും മോദി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നൽകിയത്. ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമം തൽക്കാലം പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ മോദി, അമിത്ഷാ കൂട്ടുകെട്ടും സംഘപരിവാരവും സ്ത്രീ സംവരണം നടപ്പാക്കുന്നതിന് പ്രതിപക്ഷ പാർട്ടികൾ എതിരു നിന്നു എന്നും അവർ സ്ത്രീകളെ വഞ്ചിച്ചു എന്നുമുള്ള പ്രചാരണവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ ജനത, പ്രത്യേകിച്ചും സ്ത്രീകൾ, ഈ സംഘപരിവാര ഗൂഢ അജണ്ട തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.